നമസ്കാരം. ബുധന്റെ രാശിമാറ്റം ഓരോ രാശിക്കാരിലും അനുകൂലവും അതേപോലെ തന്നെ പ്രതികൂലവുമായ പല കാര്യങ്ങളും പല ഫലങ്ങളും സൃഷ്ടിക്കപ്പെടുന്നു എന്നതാണ് വാസ്തവം. ദേവന്മാരുടെ രാജകുമാരൻ എന്നാണ് ബുധനെ കണക്കാക്കുന്നത് തന്നെ. നമ്മളിൽ അറിവും ജ്ഞാനവും പ്രദാനം ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ. എന്നാൽ വേദജ്യോതിഷ പ്രകാരം മാർച്ച് 26 പുലർച്ചെ 2:39 ബുധൻ രാശി മാറിയിരിക്കുന്നത് എന്ന് പറയാം. ബുധന്റെ ഈ സമയം, അതായത് ബുധൻ ഈ സമയം മീനത്തിൽ നിന്നും മേടം രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ബുധന്റെ മേടം രാശിയുടെ ലഗ്നഭാവത്തിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. മകരത്തിന്റെ 4ാം ഭാവത്തിലാണ് സംക്രമിക്കുന്നത് എന്ന് പറയാം. ഈ സാഹചര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് കേന്ദ്ര ത്രികോണ രാജയോഗം സംഭവിച്ചിരിക്കുന്നു അഥവാ വന്ന് ഭവിച്ചിരിക്കുന്നു എന്നതാണ് വാസ്തവം. ഇത് രാജയോഗത്തിനേക്കാൾ ഇരട്ടി ഫലമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. പൊതുഫലപ്രകാരം ആർക്കെല്ലാമാണ് ഇത്തരത്തിൽ ഇരട്ടി ഫലങ്ങൾ വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മകരം രാശിയാണ്. മകരം രാശിയിലെ 4ാം ഭാവത്തിലാണ് കേന്ദ്ര ത്രികോണ രാജയോഗം രൂപാന്തരപ്പെട്ടിരിക്കുന്നത് എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങൾക്ക് പല രീതിയിലുള്ള അനുകൂലമായ ഫലങ്ങൾ, അനുകൂലമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലമായി നിന്നിരുന്ന ചില കാര്യങ്ങളെ അനുകൂലമാക്കി മാറ്റുവാൻ ഈ സമയം നിങ്ങൾക്ക് സാധിക്കും. അപ്രതീക്ഷിതമായി തന്നെ സാമ്പത്തികപരമായ ഉയർച്ച, നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. നിങ്ങൾക്ക് ഈ സമയം സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ആ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങളാണ് വന്നു ചേരുക. നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ ആ പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുന്നതായ അവസരങ്ങൾ വന്നു ചേരും. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കുംഭത്തിൽ ശനിയുടെ ഉദയവും അതേപോലെ അനുകൂലമായ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു എന്ന് തന്നെ പറയാം. വീട് പണിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. വീട് പണി പുനരാരംഭിക്കുന്നതിന് സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ തന്നെ മകരം രാശിയിലുള്ള വ്യക്തികൾ വളരെയധികം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് സമയം എന്ന കാര്യം ഓർക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശുഭകരമായ ഫലങ്ങൾ തന്നെ കടന്ന് വരും. ഈ സമയം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. കൂടാതെ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനുള്ള സാധ്യതകൾ ഈ സമയം ഉണ്ട്. കൂടാതെ വീടുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. വായ്പ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു, അല്ലെങ്കിൽ ശരിയാകുന്നില്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ആരോഗ്യം അല്പം മെച്ചപ്പെടാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. കുടുംബത്തിൽ നിങ്ങൾക്ക് സമാധാനം തിരികെ കൊണ്ടുവരികയോ അല്ലെങ്കിൽ നിലനിർത്തുവാനോ സാധിക്കുന്നതായ അവസരമാണ്. ശരിയായ രീതിയിൽ വിനിയോഗിക്കുക. സമ്മർദ്ദപരമായ പല മാറ്റങ്ങളും, അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിർബന്ധമായും കൊണ്ടുവരേണ്ട ചില മാറ്റങ്ങൾ, അത് നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. അതായത് നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം. കോടതി സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുക എന്ന കാര്യവും ഓർക്കുക. ഈ സമയം നിങ്ങൾക്ക് സമയം വളരെ അനുകൂലമാണ്. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ഇടവം രാശിയാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 12ാം ഭാവത്തിലാണ് കേന്ദ്ര ത്രികോണ രാജയോഗം രൂപാന്തരപ്പെടുന്നത് എന്ന് തന്നെ പറയാം. ഇവർക്ക് വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ പോലും, അല്ലെങ്കിൽ അത്തരം സാധ്യതകൾ പോലും വർദ്ധിച്ചിരിക്കുന്നതായ സമയമാണ്. പല വിധത്തിലും വിജയങ്ങൾ കരസ്ഥമാക്കുവാനുള്ള സാധ്യതകൾ വളരെ വർദ്ധിച്ചിരിക്കുന്നതായ അവസരമാണ്. പല രീതിയിലും വിജയങ്ങൾ നേടുവാൻ ഇവർക്ക് സാധിക്കും. അതിനാൽ തന്നെ തീർച്ചയായും ഇവർ ഈ സമയം ശ്രമിക്കുകയാണ് എങ്കിൽ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരാം.
നിങ്ങൾക്ക് രോഗങ്ങളുണ്ട് എന്ന് വിചാരിക്കുക. അസുഖങ്ങളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് അല്പം മോചനം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. രോഗികളിൽ നിന്നും, അതായത് പലപ്പോഴും നിങ്ങളുടെ വീടുകളിലുള്ള രോഗികളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ആ വിഷമങ്ങൾ അത് നിങ്ങൾക്കകലും. കാരണം അവർക്ക് അല്പം രോഗമോചനം ലഭിക്കുന്നതായ സമയമാണ്. രോഗമുക്തി ലഭിക്കും. വിദേശത്തു നിന്നും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ജോലിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. നിക്ഷേപങ്ങൾക്ക് ഈ സമയം അനുകൂലമായ സമയമാണ്. എന്നാൽ നിക്ഷേപങ്ങളിൽ അല്പം ചിന്തയോടെ പ്രവർത്തിച്ചാൽ വളരെയധികം നേട്ടങ്ങൾ ഈ സമയം നിങ്ങൾക്ക് വന്നു ചേരാം. അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക എന്ന കാര്യവും ഈ സമയം ഓർക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ കാര്യം, വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമാണ് സമയം. കുട്ടികളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. കുട്ടികൾക്ക് പഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലമാണ് സമയം. ഉയർന്ന വിദ്യ തന്നെ നേടിയെടുക്കുവാൻ സാധിക്കും. വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അതിന് സാധ്യതയുണ്ട്. സമൂഹത്തിൽ പ്രശസ്തിയും ആദരവും നിങ്ങളെ തേടിയെത്താം. പല രീതിയിലുള്ള ആഗ്രഹങ്ങൾ മനസ്സിലുള്ളവരാണ് നിങ്ങൾ. അത്തരം ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ ആഗ്രഹ പൂർത്തീകരണത്തിന് അവസരങ്ങൾ വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭങ്ങൾക്ക് സാധ്യതയുണ്ട്. ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരും. കുട്ടികൾ കാരണം സന്തോഷം മനസ്സിലേക്ക് കടന്നു വരുന്നതായ അവസരങ്ങളുമുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം അനുഭവപ്പെടുന്ന സമയം തന്നെയാകുന്നു. വീട്ടിൽ മംഗളകർമ്മങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. വിവാഹം നടക്കുകയും ദാമ്പത്യ ജീവിതം സുഖകരമായി മാറുകയും ചെയ്യുന്നതായ അവസരം തന്നെയാണ് ഇത്. ഈ സമയം നിങ്ങൾ തീർച്ചയായും ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും ഉയർച്ചകൾ വന്ന് ചേരും എന്ന് തന്നെ പറയാം. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കന്നി രാശിയാണ്. കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ രാശിയുടെ 9ാം ഭാവത്തിലാണ് കേന്ദ്ര ത്രികോണ രാജയോഗം രൂപാന്തരപ്പെട്ടിരിക്കുന്നത് എന്ന് പറയാം. ഇത്തരമൊരു സാഹചര്യം ഉള്ളതിനാൽ ഈ രാശിക്കാർക്ക് ചില അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക. എന്തെല്ലാം നേട്ടങ്ങളാണ് വന്നു ചേരുക എന്ന് മനസ്സിലാക്കാം. എന്നാൽ നിങ്ങൾ അറിയേണ്ടതായ ഒരു കാര്യം, രാജയോഗം അനുകൂലമായ സാഹചര്യം ആയതിനാൽ തന്നെ നിങ്ങൾക്ക് നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാകുന്നു. നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തനങ്ങൾ അല്പം ശ്രദ്ധയോടെ ചിട്ടയോടെ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ നേട്ടങ്ങൾ വന്നു ചേരാം. ചില കാര്യങ്ങൾ ശ്രദ്ധയില്ലാതെ എടുത്തു ചാടി നിങ്ങൾക്ക് തീരുമാനിക്കാൻ തോന്നും. പ്രത്യേകം ശ്രദ്ധിക്കണം. അത്തരത്തിൽ ചെയ്യരുത്. അത് നിങ്ങൾക്ക് നഷ്ടമേ നൽകൂ. കൂടാതെ ജീവിതത്തിൽ ഈ സമയം പോസിറ്റീവായ ഊർജം നിലനിൽക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. ജോലിയിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരും. പോസിറ്റീവായി പല കാര്യങ്ങളും നിലനിൽക്കുകയും അതിനാൽ തന്നെ ജീവിതം മാറുകയും ചെയ്യുന്നതാകുന്നു. നേതൃത്വപരമായ കഴിവ് നിങ്ങളിൽ ഉണ്ടാകും. അതായത് നിങ്ങൾക്ക് സ്വന്തമായി തന്നെ പല കാര്യങ്ങളും തീരുമാനിച്ച് മുന്നോട്ട് പോകുവാനും വിജയങ്ങൾ കരസ്ഥമാക്കുവാനും സാധിക്കും. ഓർക്കുക, സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ അവർക്ക് സഹായം ചെയ്യുക, തിരികെ ലഭിക്കുക, അല്ലെങ്കിൽ തിരികെ നിങ്ങൾക്കൊരു സഹായം ലഭിക്കുക, അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാം. നിങ്ങളുടെ മനസ്സിന് സന്തോഷം പകരുന്നതായ ചർച്ചകൾ, സംസാരങ്ങൾ ഉണ്ടാകാം. അതിനുള്ള സമയം നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ മനസ്സിന് ഉണ്ടായിരുന്ന പല പ്രയാസങ്ങളും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം ധനപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ കടന്നു വരുന്ന സമയമാകുന്നു. പണവുമായി ബന്ധപ്പെട്ടും അനുകൂലമാണ് സമയം. പല രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. മികച്ച നേട്ടങ്ങൾ കൊണ്ടുവരും. തിടുക്കത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാതിരിക്കുക. ധനം കൈകളിലേക്ക് വരും. അപ്പോൾ തിടുക്കപ്പെട്ട് ചെയ്യാതെ ആലോചിച്ച് പ്രവർത്തിക്കണം. അതല്ല എങ്കിൽ നഷ്ടമേ സംഭവിക്കൂ. ഈ കാര്യം ഓർത്ത് മുന്നോട്ട് പോവുക. പ്രധാനമായും ആരാധിക്കേണ്ടത് ഇഷ്ടദേവതയെയാണ്. കുടുംബദേവതയെ പ്രാർത്ഥിക്കുക. ഗ്രാമദേവതാ ക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം കൂടി നടത്തുക. ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും.